മനുഷ്യർക്ക് മാപ്പ് കൊടുക്കണം. കൂടെ പൊറുക്കാൻ കൂടെ പൊറുക്കുക എന്ന് കുഞ്ഞുണ്ണിമാഷി പറഞ്ഞിട്ടില്ലേ? അതുപോലെ ബൈബിളില് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെതെന്ന് പോലെ സമാനമായൊരു അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെതാണോ എന്ന് നമുക്കറിയില്ല. ജോസഫിനെ ജ്യേഷ്ഠന്മാർ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഖുർആനിൽ പറയുന്നത് പോലെ തന്നെ കിണറ്റിൽ കൊണ്ടുപോയി ഇടുകയും കൊല്ലാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പൊട്ടക്കിണറ്റിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു പിടിച്ചുയർത്തി. നമുക്കൊരാളെ നശിപ്പിക്കാനൊന്നും കഴിയില്ലേ? നമ്മൾ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടല്ലേ അള്ളാഹ് അയാളെ കൊട്ടാരത്തിലേക്ക് എത്തിക്കും. ശരി, ബൈബിളിൽ പറയുന്ന സംഭവം എങ്ങനെയാണ്? ജോസഫിനൊരു കുട്ടിയുണ്ടായി. ആ കുട്ടിക്ക് ജോസഫ് ഇട്ട പേരാണ്. എന്താണ് പേര് എന്നറിയോ? മനാസേഹ് എന്ന് ഹീബ്രുവിൽ പറഞ്ഞാല് സാരല്ലട എന്നാണ്, ക്ഷമിക്കുക എന്നാണ്. കാരണം ഈ കുട്ടിയോട് ആ കഥകളൊന്നും ജോസഫ് പറഞ്ഞു കൊടുത്തിട്ടില്ല. ജ്യേഷ്ഠന്മാർ പീഡിപ്പിച്ച, പ്രയാസപ്പെടുത്തിയ, ക്രൂരമായി പെരുമാറിയ കഥകളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ ഈ കുട്ടി വലിയ കുട്ടിയാവും. അപ്പൊ ആളുകൾ വന്ന് പറഞ്ഞു കൊടുക്കും, മൂത്താപ്പന്മാർ നിന്റെ വാപ്പയോട് ചെയ്ത ക്രൂരതയൊക്കെ നിനക്കറിയോ? പകരം വീട്ടണ്ടേ എന്ന് ചോദിക്കും. പകരം വീട്ടണ്ടേ എന്ന ചോദ്യത്തിന് യൂസുഫ് നബി അലൈഹിസ്സലാം നൽകിയ മറുപടിയാണ് മനാസേ. ഖുർആനിലും പറയുന്നത് ഇതുപോലെ സമാനമായൊരു വാക്കാണ്. കുറ്റബോധം കൊണ്ട് തലതാഴ്ത്തി നിൽക്കുന്ന സഹോദരങ്ങളോട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറയാണ്, നിങ്ങൾക്കെതിരെ ഒരു പ്രതികാര നടപടിയുമില്ല, പഠിച്ചോ നിങ്ങൾക്ക് പുറത്തു തരട്ടെ. അതാണ് പിന്നെ പറയണത്, പഠിച്ചോ നിങ്ങൾക്ക് പുറത്തു തരട്ടെ. നമുക്കും കൂടെയുള്ള ഓരോ മനുഷ്യന് കൊടുക്കാനുള്ള ഏറ്റവും നല്ല പ്രതികാരം അതാണ്. നിറഞ്ഞു സ്നേഹിച്ചും കണ്ണു നിറയുന്ന അത്രയും മനുഷ്യനോട് ചേർന്ന് നിന്നും ഉപാധികളില്ലാത്ത സ്നേഹത്തിന്റെ മുന്നിൽ മനുഷ്യൻ കരഞ്ഞു പോകും. ആടിനെ വാങ്ങാൻ വന്നതാണ് അറവുകാരൻ. അയാൾ ആടിനെ അറുക്കുന്ന ആളാണ്, വാങ്ങാൻ വന്നതാണ്. അപ്പോഴാണ് ആ വീട്ടിലെ കുട്ടി കരയുന്നത്, മാളൂനെ വിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട്. മാളു അവളുടെ ആട്ടിന്റെ കുട്ടി, ആടാണ്. ആടിനെ അവൾ വിളിക്കുന്ന പേരാണ് മാളു. ആ കുട്ടിയുടെ കരച്ചിൽ കണ്ട് ഈ അറവുകാരന്റെ പോലും കണ്ണ് നിറഞ്ഞുപോയി. അയാൾ ആടിനെ അറുക്കുന്ന ആളാ, പക്ഷെ അയാളുടെ കണ്ണ് നിറഞ്ഞു. സ്നേഹത്തിന്റെ മുന്നില് മനുഷ്യന്റെ കണ്ണ് നിറയും. അങ്ങനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ സ്നേഹത്തിന് തടസ്സമാകുന്നത് എന്തൊക്കെയാണോ അതിനെ നിയന്ത്രിക്കാനും നമുക്ക് കഴിയട്ടെ.